കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെയും കൂടെ എനിക്ക് തരണം എന്ന് അവൾ പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. ഇസ്രായേലിലെ ഒന്നാമത്തെ ന്യായാധിപനാണ് കെനസിന്റെ മകനായ ഒത്നിയേൽ. കെനസ് കാലേബിന്റെ സഹോദരനാണ്. കാലേബിന്റെ മകൾ അക്സയാണ് ഒത്നിയേലിന്റെ ഭാര്യ. കിര്യത്ത് സേബർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പ്രസ്താവിച്ചു. ഒത്നിയേൽ കിര്യത്ത് സേബർ ജയിച്ചടക്കി. കാലേബ് തന്റെ വാഗ്ദാനം പാലിച്ചു. ജയിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും പ്രാപിപ്പാൻ സാധിക്കൂ. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. യേശു ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, മരണത്തെ ജയിച്ചു. ദൈവമക്കൾ ജയിക്കുന്നവരാകണം. പോരാടുന്നവർക്കേ ജയിക്കാൻ കഴിയൂ. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പാപത്തോടും തിന്മയോടും നാം പോരാടി ജയം പ്രാപിക്കണം. ഒത്നിയേലിന്റെ ഭാര്യ അക്സയോള് അവളുടെ അപ്പനായ കാലേബിന്റെ ചോദ്യമാണ്, നിനക്ക് എന്തു വേണം? ഈ ചോദ്യം ബൈബിളിൽ ഒന്നിലധികം പ്രാവശ്യം കാണാൻ കഴിയുന്നു. കാലേബ് മകൾ അക്സയോട് ചോദിക്കുന്നത് യോശുവ 15-18 പറയുന്നു. ദാവീദ് ബത്ശേബയോട് ചോദിക്കുന്നത് 2 രാജാക്കന്മാർ 1:16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു സെബദിപുത്രന്മാരുടെ അമ്മയോട് ചോദിച്ചതായി മത്തായി 20:21 പറയുന്നു. ചോദ്യം ഒന്നാണെങ്കിലും ആവശ്യപ്പെടുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അക്സ പറയുന്നു, എനിക്ക് ഒരു അനുഗ്രഹം തരണം, എനിക്ക് നീരുറവുകളെയും തരണം. ബത്ശേബ പറയുന്നത് തന്റെ മകനായ ശലോമോനെ രാജാവാക്കണം എന്നാണ്. സെബദിയുടെ ഭാര്യ പറഞ്ഞത് തന്റെ പുത്രന്മാരെ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്റെ ഇടത്തും വലത്തും ഇരുത്തണം എന്നാണ്. നിനക്ക് എന്തു വേണം എന്ന ചോദ്യത്തിന് സമാനമായ ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 5:3, 6, 7:2, 9:12 എന്നീ വാക്യങ്ങളിൽ അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് ചോദിക്കുന്നു, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്തു വേണം? നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? അത് നിവർത്തിച്ചു തരാം. രാജ്യത്തിന്റെ പകുതിയോളമായാലും തരാം എന്നാണ് വാഗ്ദാനം. പറയുന്നത് കൊടുക്കുവാൻ കഴിവുള്ളവനാണ് രാജാവ്. എസ്തേറിന് വേണ്ടത് രാജ്യത്തിന്റെ പകുതിയല്ല. എസ്തേർ 7:3 പറയുന്നു, രാജാവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. എസ്തേറിന്റെ അപേക്ഷയും ആഗ്രഹവും രാജാവ് നിവർത്തിച്ചു കൊടുത്തു. ഇതിന്റെ പിന്നിൽ യഹൂദാ ജനത്തിന്റെ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ദൈവം ശലോമോനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? 2 ദിനവൃത്താന്തം 1:7. ശലോമോൻ പറയുന്നത്, ജ്ഞാനവും വിവേകവും തരണം. ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ വിവേകമുള്ള ഹൃദയം തരണം. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ധനവും സമ്പത്തും മാനവും ശത്രുസംഹാരവും ചോദിക്കാതെ ജ്ഞാനവും വിവേകവും ചോദിച്ചതിനാൽ ജ്ഞാനവും വിവേകവും ധനവും സമ്പത്തും മാനവും ദീർഘായുസ്സും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ചോദിക്കുന്നത് കർത്താവിന് പ്രസാദമായാൽ ചോദിക്കുന്നത് മാത്രമല്ല, ചോദിക്കാത്തതും കൂടെ ദൈവം തരും. എഫേസ്യർ 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് മഹത്വമുണ്ടാകട്ടെ എന്ന് പൗലോസ് പറയും. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നത് കിട്ടുന്നില്ല എന്ന് യാക്കോബ് 4 പറയുന്നു. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. 2 കുരുടന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. യേശു ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നാണ്.
എന്തിനാണ് അവർ നിലവിളിക്കുന്നത് എന്ന് യേശുവിന് അറിയാമായിരുന്നല്ലോ. അവർ പറയുന്നു, കരുണ തോന്നണമേ. ഏത് വിഷയത്തിലാണ്, ഏത് കാര്യത്തിലാണ് കരുണ തോന്നേണ്ടത്? വല്ലതും കിട്ടും എന്ന് കരുതി പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കിയ ഒരുവനെ പറ്റി പ്രവൃത്തി 3 പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് പറയണം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. 20 കൊല്ലം കൊണ്ട് നേടിയ അനുഗ്രഹം അവന് മതിയായില്ലേ എന്ന് ചോദിക്കാൻ കഴിയും. എന്താണ് യാക്കോബ് ആഗ്രഹിക്കുന്നത്? എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് അവൻ്റെ ആവശ്യം. അക്സ പറയുന്നു, എനിക്ക് ഒരു അനുഗ്രഹം തരണം. എന്തനുഗ്രഹം? എനിക്ക് നീരുറവകളെ തരണം. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ.